ഗൈസ് നമ്മൾ ഉറങ്ങായിരുന്നു ഗൈസ്. നമ്മളെ ഡാൻസിലെ രതിലെ വന്നു ഗൈസ്. നമ്മളെ കുടുംബം മാറാം. ഹായ് പറ. ഹായ് ഹായ്. ഓ ലിപ്സ്റ്റിക് ഗൈസ്. നമ്മളെ ഡാൻസിൽ വന്നിട്ട് നമ്മളൊരു ഉടുപ്പ് മാറാം. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അയ്യോ കൊറേ പാപ്പങ്ങൾ മേടിച്ചിടുന്നത്. അമ്മ പാപ്പങ്ങളല്ല, കൊറേ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് സൂപ്പർ മാർക്കറ്റ് കൊറേ ആപ്പിൾസും പിന്നെ കൊറേ ഓറഞ്ചും പിന്നെ കൊറേ പഴങ്ങളും പിന്നെ കുറച്ച് പേരയ്ക്കയും കൊറേ സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് സന്തോഷമായി ഗൈസ്. ഇതാണ് ആച്ചുമുത്ത്, ഇതാണ് പൊന്നമ്മ, ഇതാണ് രതില. അയ്യോ ഇതിനെ കഴിച്ച് ഹായ് പറ. ഹായ്. ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ ഗൈസ്. രതിലാണ് എന്നെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന വ്യക്തി. ഓക്കെ, അതാണ് രതില പറയുന്നത്. നാച്ചുമുത്തും ഓക്കെ പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ റിസൈൻ ചെയ്തപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇവിടെ കാണുന്നത് ഗൈസ്. എൻ്റെ വീട്ടിൽ തൊട്ടിപ്പുറത്ത് രതിലയുടെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പോയി. അപ്പോൾ കണ്ടതാണ് ആ ചെടി. പിന്നെ ഞങ്ങൾ നേരെ തോട്ടിലേക്ക് പോയി. നാസിലാടെ പൊന്നിന് പിന്നെ തോടും പായലും മീനെന്ന് വെച്ചാൽ പൊന്നിന് ജീവനാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞാൽ വീഡിയോസൊക്കെ പറ്റി ഞങ്ങൾക്ക് എടുത്ത് തന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ എത്തി. ഞാൻ ഇവിടുത്തെ തോട്. ഇവിടെ ഞാനും ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് വന്നത്. പിന്നെ ഞാനും പൊന്നും കൂടി തോട്ടിലിറങ്ങി. ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം മീൻ പിടിക്കുക എന്നതായിരുന്നു. പിന്നെ ഇതിലെ നാസിലെ സർപ്രൈസ് തരാൻ വന്ന കാര്യം രാവിലെ ഞങ്ങൾ ആലോചിച്ച കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഡ്രസ്സ് നനയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു പൊടി മീൻ കിട്ടി. നമ്മൾ തുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നേ. പണ്ടൊക്കെ കുഞ്ഞാങ്കാലത്ത് ഇങ്ങനെ തോട്ടിലിറങ്ങുമോ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നല്ലാതെ എന്താല്ലേ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കാൻ പറ്റി. ഗൈസ് നമ്മൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. പൊന്നുമാണ് മീൻ പിടിച്ചത്. പൊന്നു ഒരു മീൻ പിടിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കിയായിട്ട് അതിലൊരു കുപ്പി ഉണ്ടോന്ന് ഇതിലാണ്ട് കുപ്പിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വീട്ടിൽ ചോദിച്ചിട്ടൊരു കുപ്പിയൊക്കെ മേടിച്ചു. പിന്നെ പൊന്നു ഡ്രസ്സൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ പിന്നെ തോട്ടിൽ നിന്ന് തിരിച്ചു പോകും. അങ്ങനെ മലയാറ്റിടുന്ന് പെരുമ്പാവൂർക്ക് പോകുമ്പോഴാണ് ഈ മീനുകളൊക്കെ. ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്, അല്ലെങ്കിൽ തട്ടമില്ലാന്ന് പറഞ്ഞാണ് പോണത് കുലസ്ത്രീ. എടെ ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോ ഈ ഒരു ക്ലോസറ്റിൽ എടുക്കുമെന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ചന്ദ്രു ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങോട്ട് എടുത്തു. ഇനി റോട്ടിൽ നിന്ന് സമയം കളയാണ്ട് നേരെ വീട്ടിലേക്ക് പോന്നു. നേരെ വീട്ടിലേക്ക് വന്നു. തോട്ടിൽ പോയ ക്ഷീണവും പിന്നെ വൈകുന്നേരം ആവാറായതുകൊണ്ട് നമ്മൾ കുറച്ച് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അവരും വൈകിയാണ് വന്നത്. ഉച്ച ഏറായപ്പോഴത്തേക്കൊക്കെയാണ് വന്നത്. സമയം ആവാറായി, ഇനി നേരത്തെ വരാം ഒരു ദിവസം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കുറേ നേരം ഇരുന്നു. റിസൈൻ ചെയ്ത് പോകുന്നതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഇവരെയൊക്കെ കാണുന്നത്. പിന്നെ ഒരു നേരം വിളിക്കുമെങ്കിലും ചെയ്യാം. എന്തായാലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും വിളിക്കും. പിന്നെ വീഡിയോ കോളും ചെയ്ത് അങ്ങനെ കാണും. പക്ഷേ ഇവരിന്നാണ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. നാസിലെ അല്ല, രതിലെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നാസിലിന് മുമ്പ് തവണ വന്നിട്ടുണ്ട്. അയ്യോ ഒന്നല്ല 2 തവണ. ബേസ്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെള്ളമൊക്കെ കലക്കി. ഇതിനാണെങ്കിൽ അന്യായ പുളിയായിരുന്നു എന്നും പറഞ്ഞ് അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചു തന്നെയല്ലേ ഉള്ളൂ. എന്തെങ്കിലും അബദ്ധം പറ്റിയപ്പോൾ തന്നെ ഞാൻ പറയും പഠിച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ തന്നെ 2 ആട്ടാട്ടും. പിന്നെ മന്തി നമ്മൾ ഉണ്ടാക്കിയതല്ലാത്തതുകൊണ്ട് അതിന് വേറെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത്. പിന്നെ എല്ലാവരും ബൈ പറഞ്ഞു. നമുക്ക് നേരെ ചിറ വരെ ഒന്ന് പോയിട്ട് വേണം ഇവരൊന്ന് കൊണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. കുറേ നാളുകൂടിയാണ് ഞങ്ങൾ വണ്ടിയിൽ പോണത്. അങ്ങനെ നമ്മുടെ ചിറ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി അപ്പുറം ചെന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മളിവിടെയുള്ള കടയിൽ വന്നു. ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് ഈ തേനെല്ലിക്ക. പിന്നെ സകലമാന സാധനങ്ങൾ ഉടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാങ്ങ മാത്രമാണ് ഞാൻ മേടിച്ചത്. പിന്നെ എല്ലാവരും ഈ ഐസ്ക്രീമിൻ്റെ പെട്ടിയുടെ മുകളിലേക്ക് അങ്ങോട്ട് കിടക്കായിരുന്നു. അങ്ങനെ ഓരോരുത്തരും നോക്കി ഓരോരോ ഫ്ലേവറൊക്കെ വാങ്ങിച്ചു. പേപ്പർ കോണും മാംഗോ ബാറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാനത് ഐസ്ക്രീം കഴിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോയി അറിയാമല്ലോ. പിന്നെ നേരെ ഒരെണ്ണം മേടിച്ചു. പിന്നെ പറഞ്ഞു പൊന്നിന് വേണ്ട തൊണ്ടവേദനയുണ്ട്, എന്നാലും ഉമ്മിടായിൽ നിന്ന് കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞു പൊന്നു വേറെ വാങ്ങിച്ചില്ല. കണ്ടോ നമ്മുടെ തേൻ മിഠായിയുടെ തന്നെ വേറൊരു കളറായിട്ടുള്ള മിഠായാണിത്. ഇനി നമുക്ക് നമ്മുടെ ഈ തേനെല്ലിക്ക് തിന്നാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വരുമ്പോൾ വാങ്ങി കഴിക്കാറുണ്ട്. മധുരം എന്ന് പറഞ്ഞാൽ അന്യായ മധുരം. നമ്മുടെ ഗുലാബ് ജാമൊക്കെ പോലെ തോന്നും. പക്ഷെ നെല്ലിക്കാൻ നമുക്ക് ശരിക്കും അറിയേയില്ല. കുരു ഉള്ളത് കൊണ്ടാണ് നമ്മളത് നെല്ലിക്കാൻ തിരിച്ചറിയണത് തന്നെ. ഇത് കഴിച്ചിട്ടുള്ളവരായിരിക്കണമെന്ന് പറയണം കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണത്. സൂപ്പറാണ്. വെള്ളമൊക്കെ ഒരുപാട് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി പോകുന്നും ചേരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. പൊന്നമ്മയാണെങ്കിൽ മാങ്ങോപ്പിലിട്ടതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും മീൻ പിടിക്കാതെ നമ്മൾ തോളത്തിട്ടോട്ട് പോകുന്നതാണ്. ഞാൻ മേടിച്ചത് റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ. ഇതെനിക്ക് ഇച്ചിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇതൊക്കെ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ പറയേണ്ട സമയമായി അതിന് വന്നത് തന്നെ വൈകുന്നേരം ആവാറായപ്പോഴാണ് കേട്ടോ. അപ്പം തന്നെ പോകാൻ തുടങ്ങാണ്. എന്നാലും നമ്മൾ വർത്താനം പറഞ്ഞ് അങ്ങനെ തീരില്ല. എന്നാലും കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് നേരം കൂടി അങ്ങനെ നിന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാക്കിൽ 2 കുപ്പി ഇരിക്കണുണ്ടോ. അങ്ങനെ ഞാൻ കുപ്പി എടുക്കാൻ പോയി.
ഇതിൽ സമയം എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ കടയിൽ ചേച്ചിയോട് ചോദിച്ചോർന്ന് കളയാൻ കൊണ്ടിട്ടേക്കാണ്. പിന്നെ നമ്മുടെ നാഫി മോള് വിളിച്ചു, അവളോട് കുറച്ച് നേരം സംസാരിച്ചു. അവർ പോകാൻ നേരത്താണെങ്കിൽ എനിക്ക് അപ്പടി സങ്കടമായിപ്പോയി. കാര്യം ഇച്ചിരി നേരം ഉണ്ടായിരുന്നെങ്കിൽ നല്ല സന്തോഷമായിരുന്നു. ഇതാണെങ്കിൽ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും കൂടണം. അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.